ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഫെയർവെൽ പാർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിലെത്തി കുറേ നേരം കുട്ടികളുമായിട്ട് ഫ്രീ ആയിട്ട് ചിലവഴിച്ചിട്ട് എന്നും പഠിത്തവും മറ്റു കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരിക്കും നമ്മളപ്പോൾ കുറേ നേരം നമ്മൾ ആടാനും പാടാനും റീൽസ് എടുക്കാനും ഒക്കെ നമ്മൾ കുട്ടികളുടെ ഒപ്പം കൂടിയിട്ടോ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. റീൽസിൻ്റെ ഇടയിൽ തമാശകളും പൊട്ടിച്ചിരികളുമായിട്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. കുട്ടികളുടെ കൂടെ കൂടിയപ്പോൾ നമ്മൾ ശരിക്കും ഒരു കുട്ടിയായ പോലെ തോന്നിയിട്ടോ. ഫെയർവെൽ പാർട്ടി മാത്രമല്ല കേട്ടോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പം ഞാൻ കുട്ടികൾക്ക് കുറച്ച് മധുരമൊക്കെ നൽകിയിട്ടോ. പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. അവർക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ ആടി തിമർത്തിട്ടു. അപ്പോൾ കുട്ടികളുടെ കൂടെ ഞാനും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഡാൻസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കുറേ നേരം കൂടിയിട്ടോ. അവരുടെ കൂടെ കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി ലെവൽ കുറച്ചും കൂടി വർദ്ധിക്കും. അപ്പോൾ അത് നല്ല സന്തോഷമായിരുന്നു കുട്ടികളുടെ കൂടെ ഇങ്ങനെ കളിക്കുക എന്നുള്ളത്. അവർക്കും അത് ഹാപ്പിയായി. അപ്പോൾ ഡാൻസ് തീരുന്ന ലക്ഷണമൊന്നും കാണാനില്ല. അതേ കുട്ടികൾ വീണ്ടും കളിച്ച് തിമർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ സ്റ്റൈൽമാൻ ആൻഡ് മനീഷ് നമ്മുടെ അടിപൊളി ഡാൻസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമ്മുടെ ഔപചാരികമായ പരിപാടികളൊക്കെ നടക്കുന്നത്. ഫെയർവെൽ പാർട്ടി ആരംഭിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. ഊണൊക്കെ കഴിച്ച് ക്ലാസ്സിലെത്തി ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ മക്കളൊരു ബർത്ത്ഡേ പാർട്ടി തന്നെ എനിക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതുവരെ ജീവിതത്തിൽ ബർത്ത്ഡേ ഒന്നും കേക്ക് മുറിച്ച് ആഘോഷിച്ചിട്ടില്ല കേട്ടോ. മറ്റു രീതിയിലും ആഘോഷിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഈ മക്കളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ സഹപാഠിയെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ഗുരുവിനെ വേദനിപ്പിക്കുകയും മാതാപിതാക്കളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഗുരുവിനായി ഒരുക്കിയ എൻ്റെ മക്കളുടെ സ്നേഹസമ്മാനം കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. എൻ്റെ മക്കൾ അങ്ങനെ ഒന്നും വഴിതെറ്റി പോകുന്നവരല്ല. അവർക്ക് എല്ലാ ആയുസ്സും ആരോഗ്യവും നൽകി അറിവിൻ്റെ ഉന്നതിയിലും മികച്ച ജോലിയിലും എല്ലാം സർവേശ്വരൻ എത്തിക്കട്ടെ. അപ്പോൾ ഞാനും സുജ ടീച്ചറും തസ്ലിമ ടീച്ചറും പിന്നെ കേക്കൊക്കെ ചെറുതായി കട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തു കേട്ടോ. നമ്മുടെ എച്ച്.എമ്മും അതുപോലെ സീന ടീച്ചറും ഭാമ ടീച്ചർ, സാജിത്ത് മാഷ്, സാജിമോൾ ടീച്ചർ, സംഗീത ടീച്ചർ, സുജ ടീച്ചർ ഇവരൊക്കെ ചടങ്ങിൽ സംസാരിക്കുകയുണ്ടായി. കുട്ടികൾക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകി കേട്ടോ. സ്കൂൾ വിടാനായപ്പോഴേക്കും കേക്ക് തിന്ന് മക്കൾക്കൊക്കെ നല്ല മത്ത് പിടിച്ചിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിൻ്റെ വക ലൈമും പപ്സൊക്കെ മക്കൾക്ക് കൊടുത്തിരുന്നു കേട്ടോ നേരത്തെ തന്നെ. ഫെയർവെൽ പാർട്ടിയൊക്കെ കൊടുത്ത് മക്കൾ പിരിയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ വലിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സങ്കടം എന്ന് പറയുമ്പോൾ നമ്മൾ പിരിയല്ലേ, ഒരു വർഷത്തോളം അവരുടെ കൂടെ കളിച്ചും ചിരിച്ച് നടന്നതല്ലേ. പിന്നെ അപ്പോൾ മക്കളുടെ വക സ്നേഹ സമ്മാനങ്ങളുണ്ടായിരുന്നു. അവർ അത് തന്ന് അത് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് അത് ഇഷ്ടമായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർക്ക് സമാധാനമായത് കേട്ടോ. പിന്നെ ഇത് അവന്തിക വരച്ച ചിത്രമാണ് കേട്ടോ, ഫാബ്രിക് പെയിൻ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ.